welcome back. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഫേമസ് സ്വീറ്റായ അഫ്ലാത്തൂൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ അഫ്ലാത്തൂൻ ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് അരക്കപ്പ് റവ, അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് പാൽപ്പൊടി, 1 കപ്പ് പാലൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് അരക്കപ്പാണ് വേണ്ടത്. പിന്നെ വേണ്ടത് മാവയാണ്. മാവ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഏകദേശം ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. മാവ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. കുറച്ച് പാലെടുത്ത് വറ്റിച്ചെടുത്തതാണ്, കുറുക്കി വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ കുറുക്കുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് വറ്റിച്ചെടുക്കാൻ. മാവ് ചേർക്കാൻ പറ്റാത്തവർക്ക് പാൽപ്പൊടി എടുക്കുന്ന സമയത്ത് അരക്കപ്പ് കൂടുതൽ എടുത്താൽ മതിയാവും. ഇനി വേണ്ടത് ഗീ ആണ്. ഗീയും അരക്കപ്പ് തന്നെ എടുക്കേണ്ടതാണ്. ഗീ എടുക്കുമ്പോൾ പ്യൂർ ഗീ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ വേണ്ടത് നട്ട്സ് ആണ്. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുത്താൽ മതി. ഞാൻ ഇവിടെ കുറച്ച് ബദാം, കുറച്ച് കാഷ്യൂ, പിന്നെ കുറച്ച് പിസ്താച്ചിയും എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അത് ചൂടാകുമ്പോൾ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ എടുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വേണം മിക്സാക്കി ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഗോൾഡൻ കളർ ആവുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ റവയുടെ കളർ ഗോൾഡൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മാവയാണ്. മാവ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിയാക്കി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് മിക്സാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൈയെടുക്കാതെ വേണം മിക്സാക്കി കൊടുക്കാൻ. പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നട്ട്സാണ്. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ബദാമും പിസ്തയും കാഷ്യൂ ഒക്കെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ആക്കിയിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നൊരു പാത്രം എടുത്ത് ഗീ ഗ്രീസ് ചെയ്ത് അഫ്ലാത്തൂൻ സെറ്റ് ചെയ്യാൻ വെക്കാം. അതിന് മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട ടൈപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നും പറയും പോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.